ഭാരതീയരായ ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയും ഇന്നുമായി നാം അറിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ലോക സാമ്രാജ്യത്വത്തിന്റെ തലവനായ അമേരിക്കൻ പോലീസിന്റെ ഏകാധിപതി മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി ഇന്ത്യയിൽ വരികയും അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചർവണങ്ങളായ ചർച്ചകൾക്ക് ശേഷമാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ നടന്നുകൊണ്ടുപോകുന്നത്. അമേരിക്കയുടെ ലോകത്തുള്ള നിരപരാധികളായ നിസ്സഹായരായ ആയിരക്കണക്കിന് ആളുകളെ കൂട്ടക്കുരുതിക്ക് തലവെച്ചു കൊടുത്ത അമേരിക്കയുടെ മേധാവി ഇന്ത്യ രാജ്യത്ത് വരികയും ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഒരു സാഹചര്യത്തിന്റെ വക്താക്കൾ അതിന് സ്വീകരണം ഒരുക്കുകയും ചെയ്തപ്പോ ഏറ്റവും കൂടുതൽ നാം അറിഞ്ഞത് അഹമ്മദാബാദിലേക്ക് സന്ദർശനത്തിന് വേണ്ടി വന്ന അമേരിക്കയുടെ തലവനായ ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ അഹമ്മദാബാദിലെ ചേരി പ്രദേശത്ത് താമസിക്കുന്ന ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരകളിൽ അന്തിയുറങ്ങുന്ന മലമൂത്ര വിസർജനം ചെയ്യാൻ ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത തെരുവിൽ കിടക്കുന്ന നായ്കളോട് കടിപിടി കൂടിയിട്ട് അന്തിയുറങ്ങുന്ന ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരകളിൽ അന്തിയുറങ്ങാൻ കഴിയാതെ തൊരിച്ചു പൊള്ളുന്ന മഴയിൽ തിരിച്ചു പെയ്യുന്ന മഴകളിൽ കടകളിൽ കടത്തിണ്ണകളിൽ വിറകുകൊള്ളികളെ പോലെ വിറങ്ങലിച്ച് കിടക്കുന്ന ആയിരക്കണക്കായ സാധുക്കളായ പാവങ്ങളായ നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ ആ പാവങ്ങളുടെ ചേരിപ്രദേശത്തെ വലിയ ഒരു മതില് കെട്ടിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഇന്ത്യയുടെ ഭരണാധികാരികൾ മതില് കെട്ടി തിരിച്ചു എന്ന ഒരു വലിയ വേർതിരിവിന്റെ വാർത്തകളാണ് ഇന്നലെയും ഇന്നുകളുമായി നമ്മുടെ ദൃശ്യ ശ്രാവ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു മനോഭാവമാണ്. ഞാൻ അതിന്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക അപജയത്തിന്റെ ഒരു ചർച്ചയിലോട്ട് കടന്നു പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചോളം, ഒരു ഭരണാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിലഷണീയമായ ഒരു കാര്യമാണോ? ഒരു രാജ്യത്തിന്റെ പുരോഗതിയിൽ ഭാഗധേയത്വം വഹിക്കുന്ന, ഒരു രാജ്യത്തിന്റെ ആധാരശിലകളായ, ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന വർഗമായ ദരിദ്രന്മാർ, അവർക്ക് ദാരിദ്ര്യം എന്ന ഒരു അടയാളം കിട്ടി എന്നത് കൊണ്ട് മാത്രം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടേണ്ട ആളുകളാണോ ദരിദ്രന്മാർ? ഫക്കീറായ ആളുകൾ എല്ലാവരെയും ഒരിക്കലും ദൈവം സമ്പന്നനായി സൃഷ്ടിക്കുകയില്ലല്ലോ. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പുകൾപ്പെട്ട രാഷ്ട്രശിരാകേന്ദ്രം പാവപ്പെട്ടവരായ അവരുടെ പൗരന്മാരെ ഇപ്പോഴും ഇന്ത്യ രാജ്യത്തിൽ 35% ആളുകൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്തവരാണെന്ന് ലോക ഐക്യരാഷ്ട്ര സംഘടനയുടെ ആധികാരികമായ കണക്കുകൾ നമ്മോട് വിളിച്ചു പറയുമ്പോ, യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ തലവന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരെ അവർക്ക് ദാരിദ്ര്യമെന്ന അടയാളമുള്ളത് കൊണ്ട് മാത്രം മതിൽ കെട്ടിത്തിരിക്കേണ്ടതാണോ ഭരണാധികാരികൾ ചെയ്യേണ്ടത് എന്ന് ലോകത്ത് മുഴുവനും ചർച്ച ചെയ്യപ്പെടേണ്ടി വരുമ്പോ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ചെയ്ത ഈ നെറികേടിന്റെ പേരിൽ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന യശസ്സുയർത്തിലെത്തിയ നമ്മുടെ ഇന്ത്യ, എന്റെ ഇന്ത്യ, നിങ്ങളുടെ ഇന്ത്യ, നമ്മളുടെ ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുമ്പോ, തന്റെ രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറാൻ പേറേണ്ടി വന്ന തന്റെ പ്രജകളെ മറ്റൊരു ഭരണത്തലവന്റെ കണ്ണിൽപ്പെടാറും മതിൽ കെട്ടി തിരിച്ചു വെച്ച ഭരണാധികാരിയുടെ മുമ്പിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എവിടേക്കെന്നറിയോ? 2.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ അറബ് രാജ്യത്തിന്റെ തലവനായ, അറബ് രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന സമയത്തിന്റെ പരിമിതി കൊണ്ട് ആമുഖത്തിന്റെ ആവർത്തന വിരക്തികളെ ഒഴിവാക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ മാടി വിളിക്കുന്നു. ഈ എല്ലാം കെട്ടുപോയ കാലത്ത് പാവപ്പെട്ടവരായ മനുഷ്യരുടെ ശരീരത്തിന് തീ കൊളുക്കുന്ന ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രം ഇന്നലെ മുതൽ മനുഷ്യന്റെ ശിരസിട്ട കബന്ധങ്ങളുടെ പ്രേതഭൂമിയായി മാറുന്ന, നിരാലംബരും
നിരാശ്രയരും നിദ്രാവിഹീനരുമായ ഡൽഹി തലസ്ഥാന നഗരത്തിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ കഴുത്തറുത്തും വെടിയുണ്ടകൾ ഇടനെഞ്ചിലേക്ക് ഉതിർത്തുവിട്ടും അവരുടെ ആരാധനാലയങ്ങൾക്ക് തീ കൊടുത്തും പള്ളിമിനാരങ്ങളെ തട്ടിത്തകർത്ത് തരിപ്പണമാക്കിയും പാവപ്പെട്ട പെൺകുട്ടികളെ വീടുകളിൽ നിന്ന് അടിച്ചോടിച്ചിട്ടും കിരാതമായ ഫാസിസത്തിന്റെ വക്താക്കളെ സംഹാര താണ്ഡവമാടുന്ന ഈ കെട്ട അസുര ലോകത്തിന്റെ കാലത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദര, ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരേ ഒരു മേലൊപ്പ് വന്നതിന്റെ പേരിൽ സമൂഹത്തിൽ നിന്ന് അടിച്ചാക്ഷേപിക്കപ്പെടേണ്ട, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന, മുതലാളിയുടെ മതിൽക്കെട്ടുകളുടെ മറുഭാഗത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ. ഞാനെന്ന് ചോദിക്കട്ടെ, ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു തെറ്റാണോ? ദരിദ്രനാവുക എന്നതൊരു മനുഷ്യൻ ചെയ്ത അപരാധമാണോ? പണമില്ലാത്ത ഒരു പാവപ്പെട്ടവനായി ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ പെടാപ്പാടുപെടുന്ന പാവപ്പെട്ടവനായി ഒരു മനുഷ്യൻ ജീവിക്കേണ്ടി വന്നു എന്നത് അവൻ ജീവിതത്തിൽ ചെയ്ത തെറ്റാണോ? യഥാർത്ഥത്തിൽ ഒരാൾ സമ്പന്നനാവുക, ഒരാൾ ദരിദ്രനാവുക എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും സിട്ടാവായ പടച്ച തമ്പുരാനല്ലേ? അവനാണ് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ചിലരെ ദരിദ്രനായി, ചിലരെ സമ്പന്നരായി, ചിലരെ വെളുത്തവനായി, ചിലരെ കറുത്തവനായി, ഇങ്ങനെ പല വ്യത്യസ്തമായ ഭാവങ്ങളിലൂടെയും രൂപങ്ങളിലൂടെയും അവസ്ഥാന്തരങ്ങളിലൂടെയും ഈ ലോകത്തുള്ള കോടാനുകോടി ജനങ്ങളെ സൃഷ്ടിച്ചതാരാ? ആരാണ് ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള മേൽവിലാസം കൊടുത്തതാരാ? ലോകത്തുള്ള ഒരാളെ ദരിദ്രനാക്കിയും മറ്റൊരാളെ സമ്പന്നനാക്കിയതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞുവല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅന്നഹു ഹുവ അൽഹക വഅബ്കാ വഅന്നഹു ഹുവ അമാത വഅഹിയാ. അല്ലാഹുവല്ലേ പറഞ്ഞത്? ആരാണ് അല്ലാഹുവെന്നറിയോ? വഅന്നഹു ഏകനായ ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ അവനാരെന്നറിയോ? ഹുവ അൽഹക, അവനാണ് നിങ്ങളെ ചിരിപ്പിച്ചത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലും മനസ്സിനും അവന്റെ ഹൃദയത്തിനും സന്തോഷം നൽകിയ, മുഖത്ത് പൂട് സമാധാനത്തിന് അടയാളം നൽകിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കൊടുത്തതാരാ? എപ്പോഴും അവനെ ചിരിപ്പിച്ചതാരാ? അത് അല്ലാഹുവല്ലയോ? വഅന്നഹു ഹുവ അൽഹക, അല്ലാഹുവാണ് നിങ്ങളെ ചിരിപ്പിച്ചവന്. വഅബ്കാ, അല്ലാഹുവാണ് നിങ്ങളെ കരയിപ്പിച്ചവന്. ചില ആളുകൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സന്താപങ്ങളും കണ്ണീരുകളും പ്രയാസങ്ങളും വൈതരണികളും വൈഷമ്യങ്ങളും വൈക്ലഭ്യങ്ങളും ജീവിതത്തിൽ തീരാത്ത കണ്ണുനീര് നൽകിയടാരാ? അതെല്ലാം അല്ലാഹുവല്ലയോ? സഹോദര സഹോദരി, മുഅ്മിനെ മുഅ്മിനത്തെ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ശരീഅത്തിന്റെ ഏറ്റവും വലിയ പഠനമേതെന്നറിയോ? ഒരാൾക്ക് ജീവിതത്തിൽ സന്തോഷം കൊടുക്കുന്നത് പടച്ച റബ്ബാ, ഒരാൾക്ക് ജീവിതത്തിൽ സങ്കടം നിശ്ചയിച്ചതും പടച്ച റബ്ബാ. വഅന്നഹു ഹുവ അഗ്നാ വഅഖ്നാ വഅന്നഹു ഹുവ അഗ്നാ, അവനാണ് ചിലരെ സമ്പന്നരാക്കിയത്. ചില ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് വാരിക്കോരി കൊടുത്തത്, അവർ ചെയ്ത കച്ചവടത്തിൽ അല്ലാഹു വമ്പൻ ലാഭങ്ങൾ കൊടുത്തത്, നല്ല വീടുകളും കൊട്ടാര സദൃശമായ വീടുകളും സുന്ദരമായ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളും ചില ആളുകളെ സമ്പന്നനാക്കിയടാരാ? വഅന്നഹു ഹുവ അഗ്നാ വഅഖ്നാ, അല്ലാഹുവാണ് നിങ്ങളെ സമ്പന്നനാക്കിയത്. കാസർഗോഡന്റെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ ദേശീയ പാതയിൽ ആകാശം മുട്ട തലയുയർത്തി നിൽക്കുന്ന അമ്പര ചുംബികളായ കൊട്ടാര സദൃശ്യമായ നിങ്ങളുടെ വീടുകളില്ലേ? ആ വീട് വെക്കാൻ നിങ്ങൾക്ക് സമ്പന്നത തന്നതാരാ? അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലല്ലോ, ഫെഡറൽ ബാങ്കിന്റെ ഈ ഏതെങ്കിലും ഒരു പുച്ചക്കാട് ബ്രാഞ്ചിൽ നിന്നല്ലല്ലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലല്ലോ, വേൾഡ് ബാങ്ക് നിങ്ങൾക്ക്
നിങ്ങൾക്ക് തന്നതല്ലോ. ഇതാരുടെ ഖജനാവെന്നറിയോ? വലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെക്കാൾ വിശാലമായ പടച്ചതമ്പുരാന്റെ ഖജനാവിൽ നിന്ന് അല്ലാഹുവല്ലയോ നിങ്ങൾക്ക് സമ്പന്നതയെ വാരിക്കോരി തന്നത്. അവനാണ് നിങ്ങൾക്ക് സമ്പന്നത നൽകിയത്. മാത്രമല്ല മറ്റൊരാളെ ദാരിദ്ര്യം കൊടുത്തതാരാ? അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാ. ഒരാളെ സമ്പന്നനാക്കുന്നതും ഒരാളെ ദരിദ്രനാക്കുന്നതും പടച്ച റബ്ബല്ലേ. അതുകൊണ്ടല്ലേ കവി പറഞ്ഞത്, കണ്ട് കണ്ടെന്നിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേച്ചുന്നതും ഭവാൻ എന്ന് കവി പറഞ്ഞതുപോലെ ഇന്നത്തെ കോടീശ്വരനെ നാളത്തെ ദരിദ്രനാക്കുന്നതും ഇന്നത്തെ ദരിദ്രനെ നാളത്തെ കോടീശ്വരനാക്കുന്നതും അതെല്ലാം പടച്ചറപ്പിന്റെ തീരുമാനമാണ്. ഒരാൾക്ക് അല്ലാഹു ദാരിദ്ര്യം കൊടുത്തെങ്കിൽ അത് അവന്റെ കുറ്റം കൊണ്ടല്ല, അതവന്റെ കുറവ് കൊണ്ടല്ല, അതവന്റെ പരിമിതി കൊണ്ടല്ല, അതവന്റെ ഏതെങ്കിലും ഒരു അടിസ്ഥാനപരമായ അവകാശ നിഷേധങ്ങളല്ല. അതുകൊണ്ടാണ് വിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം നമ്മോട് പറഞ്ഞത്, ഒരാൾ ദാരിദ്ര്യമുണ്ട് എന്നതിന്റെ പേര് അവൻ നിന്റെ സ്ഥാനമാനങ്ങളോട് യോജിക്കാത്തവനോ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ഒരാളെ നിങ്ങൾ അകറ്റി നിർത്തരുത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിന്റെ മുമ്പിൽ കൈനീട്ടുന്നവനെ ആട്ടിയോടിക്കരുത്. ഒരിക്കലും ദാരിദ്ര്യമുള്ളവനെ കണ്ണുകെട്ടി മറക്കേണ്ടതല്ല, അവനെ മതില് കെട്ടി മറക്കേണ്ടതല്ല. ആരാണോ ദരിദ്രൻ അവനെ നിന്റെ ശരീരത്തിലേക്കും നിന്റെ മനസ്സിലേക്കും ചേർത്ത് പിടിക്കേണ്ടവനാണെന്ന് അല്ലാഹു പറഞ്ഞു കൊടുക്കാനല്ലയോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായെന്ന അറേബ്യൻ ലോകത്തിന്റെ ഭരണാധികാരി ഇന്ത്യയുടെ ഭരണാധികാരിയെ പോലെയല്ലല്ലോ. ഈ ലോകത്തിന്റെ ഏകാധിപത്യ സർവാധിപത്യ സാമ്രാജ്യത്തെ രാജ്യത്തിന്റെ ഏകാധിപതികളെ പോലെയല്ലല്ലോ. 2.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ തുടർ കാലഘട്ടത്തിൽ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നരായിരുന്ന വരേണ്യവർഗത്തിന്റെ ഉടമകളായിരുന്ന അബൂജഹലും ഉത്ബത്തും ശൈബത്തും കൂടി വന്നിട്ട് പറഞ്ഞുവല്ലോ, മുഹമ്മദേ നിങ്ങളിനെ ഞങ്ങളത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വരാതിരിക്കാനുള്ള തടസ്സമേടെന്നറിയോ? പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ അധികാരികളുടെ കണ്ണിൽ നിന്നും മതില് കെട്ടി തിരിച്ച ഏകാധിപത്യത്തിന്റെ ഭരണാധികാരിയുടെ മുമ്പിൽ ലാളിത്യത്തിന്റെയും സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഉദാരതയുടെയും സഹനമായ ഭാവത്തെ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി തങ്ങൾ എന്ന ഭരണാധികാരിയെ മദീനയിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ഉത്ബത്തും ശൈബത്തും അബൂജഹലും വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ 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 സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ചിട്ട് നിന്റെ അടുക്കൽ വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നിന്റെ കൂടെ സദാ സമയത്ത് നടക്കുന്നത് ദളിതരായ അവർണരായ അടിച്ചമർത്തപ്പെടുന്ന ഞങ്ങളുടെ അടുക്കളയിൽ അടിമവേല ചെയ്യുന്ന ഞങ്ങളുടെ ഒട്ടകത്തിന്റെ ചാണകം ചുമക്കുന്ന കറുത്തവനായ ബിലാലിനെ പോലെ, സുഹൈബിനെ പോലെ, അമ്മാറിനെ പോലെ, ഹബ്ബാബിനെ പോലെ, ഹുബൈബിനെ പോലെയുള്ള പാവപ്പെട്ട ദളിതന്മാരല്ലേ, പാവപ്പെട്ട ദരിദ്ര നാരായണന്മാരല്ലേ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ ഒട്ടകത്തിന്റെ ചാണകം വാരുന്ന, ഞങ്ങളുടെ വീടുകളിൽ അടിച്ചമർത്തപ്പെട്ടിട്ട് അടുക്കളയിലെ അടിമവേല ചെയ്യുന്ന, ഞങ്ങളെ കണ്ടാൽ കിലോമീറ്ററോളം മാറി നിൽക്കുന്ന ഒട്ടകത്തിന്റെ കൂടെ എരിത്തിരിൽ കിടന്നിറങ്ങുന്ന ഈ കറുത്തവരായ ദളിതന്മാരുടെ ഈ ചേരി പ്രദേശത്ത് താമസിക്കുന്ന ദരിദ്രന്മാരുടെ ചാരത്ത് വന്നിരിക്കാൻ അവരുടെ കൂടെ ഇരിപ്പിടം പങ്കിടാൻ ഞങ്ങൾക്ക് കഴിയില്ല മുഹമ്മദേ. ഞങ്ങൾ സവർണരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ സവർണരാണ്, ഉന്നത കുലജാതരും, ഞങ്ങൾ കുടുംബ മഹിമയുള്ള ഗോത്രത്തലവന്മാരാണ് എന്നവര് പറയുമ്പോ നിന്റെ അടുത്ത് കിടക്കുന്ന ഈ കറുത്തവരായ ദരിദ്രരായ കണ്ണുകെട്ടിയിട്ട് മാറ്റി നിർത്തേണ്ട ഈ പാവപ്പെട്ടവരെ ദരിദ്രന്മാരെ അല്പനേരത്തേക്ക് നിങ്ങളുടെ അടുക്കൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഞങ്ങൾ ഇസ്ലാമിനെ
ഇസ്ലാമിലേക്ക് വരാം നബിയേ മുഹമ്മദേ എന്ന് മക്ക ഖുറൈശികളുടെ സമ്പന്ന വരേണ്യവർഗത്തിന്റെ മൂടമ്പികൾ മാടമ്പികൾ വന്ന് ഫ്യൂഡറലിസത്തിന്റെ മാടമ്പികൾ വന്ന് വർത്തമാനം പറഞ്ഞപ്പോ സഹോദര ഒരിക്കൽ കൂടി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തില് ഹബീബായ നബി തങ്ങളുടെ രാജ്യഭരണത്തിന്റെ ഏറ്റവും വലിയ സമത്വത്തിന്റെ മുഖത്ത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലൊരു ചിന്ത വന്നുവത്രേ, അല്ലാഹുവേ അല്ലാഹുവേ ഇവര് പറയുന്നത് പോലെ ഒരു അല്പസമയത്തേക്ക് ബിലാലിനെയും സുഹൈബിനെയും അമ്മാറിനെയും ഖബ്ബാബിനെയും ഖുബൈബിനെയും റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവരെ ഒന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയാൽ ഇസ്ലാമിന്റെ ആരംഭകാലമല്ലേ, ഈ ഗോത്ര തലവന്മാർ ഇസ്ലാമിലേക്ക് വന്നാൽ അവരുടെ അനുയായികളും പുറകെ വരുമല്ലോ. തുടക്ക കാലഘട്ടത്തിൽ ആരുമില്ലാതെ അറേബ്യയിൽ ഒറ്റക്ക് നിൽക്കുന്ന എനിക്കൊരു കരുത്താകുമല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനും മക്ക മുഴുവനും പ്രചരിക്കുവാൻ ഇത് കാരണമാകുമല്ലോ എന്ന് കരുതിയിട്ട് ഹബീബായ നബി തങ്ങളുടെ മനസ്സിലൊരു ചിന്ത വന്നപ്പോ ഒരൽപ്പ നേരത്തേക്ക് അവരെ ഒന്ന് മാറ്റി നിർത്തിയാലോ. സ്വന്തത്തിന് വേണ്ടിയല്ല, സ്വത്വത്തിന് വേണ്ടിയല്ല, വൈയക്തികത്തിന് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ ദീനിനത് ഹിതകരമാകുമല്ലോ എന്ന് കരുതി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചിന്തിച്ചപ്പോ ആ സമയത്താണ് ഹബീബായ മുത്തുനബിയുടെ വീടിന്റെ വാതിൽക്കലൊരു ശബ്ദം കേട്ടത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ ചർച്ച നടക്കുന്ന കുടിലിന്റെ വാതിലൊരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ ആരെന്നറിയോ, രണ്ട് കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ദളിതനായ പാവപ്പെട്ടവനായ ദരിദ്രനായ മക്കാ ഖുറൈശികളുടെ അടിമവേല ചെയ്യുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു. ആ സലാം കേട്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹലും ഉത്ബത്തും അടക്കം ഇരിക്കുന്ന ആളുകൾ ആരെയാണോ അട്ടിയോടിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അതേ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു വാതിൽക്കൽ വന്ന് സലാം പറഞ്ഞപ്പോ, സഹോദര സഹോദരി, വിശുദ്ധ ഖുർആന്റെ ഏറ്റവും ജാജ്വലമായ ഒരു സൂറത്തിന്റെ അവതരണ പശ്ചാത്തലമാണിത്. ഹബീബായ നബി തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം അന്ധനാണ്, പാവപ്പെട്ടവനാണ്, ദളിതനാണ്, അധകൃതനാണ്, അവകാശം നിഷേധിക്കപ്പെട്ടവനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമൊന്ന് ചുളിഞ്ഞു പോയത്രേ. എന്തിനാണ് ഇബ്നു ഉമ്മു മക്തൂം ഈ സമയത്ത് ഇവിടേക്ക് വന്നത്? ഈ സമയത്ത് വന്നാൽ ഇവരത് കണ്ടിട്ട് തിരിച്ചു പോവുകയില്ലേ എന്ന് പാവപ്പെട്ടവനായ ദരിദ്രനെ കണ്ടപ്പോ ഹബീബായ നബി തങ്ങൾ ആ അസഹനീയമായ അരോചകത്വം വെളിയിൽ കാണിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമൊന്നും മെല്ലെ ചുളിഞ്ഞു പോയി. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാ, സാധാരണ വന്ന് താൻ വടിയിൽ വന്നിട്ട് സലാം പറഞ്ഞാൽ ഹബീബായ മുത്തുനബി തങ്ങൾ ഉടനെ മടക്കാറുണ്ട്. എഴുന്നേറ്റ് വന്ന് വാതിൽ വന്ന് അവിടുത്തെ നിസാരത്തിന്റെ കരങ്ങൾ തന്റെ കയ്യിൽ പിടിച്ച് അന്ധനായ തന്നെ വിളിച്ചു കൊണ്ടുപോയി ഇരിപ്പിടത്തിന്റെ ചാരത്ത് കൊണ്ടുപോയി ഇരുത്താറുണ്ട്. പക്ഷേ ഇന്ന് ഹബീബായ നബി തങ്ങളുടെ മറുപടി വരുന്നില്ലല്ലോ. എന്തേ ഹബീബന്റെ അടുക്കലേക്ക് വരാത്തത്? എന്തേ എന്റെ തബീബ് എന്റെ ഹബീബന്റെ കയ്യിൽ വന്ന് പിടിക്കാത്തത്? എന്തേ എന്റെ ഹബീബ് എന്റെ കൽബിന്റെ തബീബ് എന്റെ കയ്യിൽ വന്ന് പിടിച്ചിട്ട് എന്നെ ഇരിപ്പിടത്തിൽ കൊണ്ടുപോയി ഇരുത്താത്തത്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിന് വേദനിച്ചപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദരിദ്രനെ കണ്ടപ്പോ ഒന്ന് മുഖം ചുളിച്ചതേയുള്ളൂ. മതില് കെട്ടി തിരിച്ചില്ല, കൺമറയത്തിൽ നിന്ന് മാറ്റി നിർത്തിയില്ല, ആരും കാണണ്ടെന്ന് പറഞ്ഞില്ല.
ഒരു നീരസത്തിന്റെ അടയാളം മുഖത്ത് വന്നപ്പോ ആ ദരിദ്രനായ സഹാബിയുടെ കണ്ണ് കാണാഞ്ഞിട്ടും തന്റെ അകക്കണ്ണ് കൊണ്ട് ഹബീബിന്റെ ഭൂമുഖ പതനം കാണാൻ അവിടുത്തെ ഓലക്കുടിലിന്റെ ഈത്തപ്പനമരത്തിന്റെ കുടിലിന്റെ ചാരത്തെത്തിയ ആ പാവപ്പെട്ട ദരിദ്രനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ കൽബിലൊരു ചെറിയ വേദനയുണ്ടായപ്പോ അല്ലാഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. മുഅ്മിനത്തെ ആ ദരിദ്രന്റെ കണ്ണ് നിറഞ്ഞത് പടച്ചറപ്പിന് ഇഷ്ടപ്പെട്ടില്ല. അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ചുകൂടി ഹബീബായ നബി തങ്ങൾക്ക് ആകാശലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. നബിയേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യذكر فتنفعه الذكرى. ഹബീബായ നബി തങ്ങളെ അല്ലാഹു ശാസിക്കുകയാണ്. ആരെയാണ് മുഅ്മിനെ ശാസിക്കുന്നത്? ഹബീബായ നബി തങ്ങളെ അല്ലാഹു ശാസിച്ചിട്ട് പറഞ്ഞു, നബിയേ അബസ വതവല്ല, അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയോ നബിയേ? അങ്ങയുടെ മുഖത്തിന് നീരസം വന്നോ നബിയേ? കൽബിന്റെ ഉള്ളിൽ ചെറിയൊരു അതിർത്തി വന്നോ നബിയേ? ഒരന്ധനായ പാവപ്പെട്ടവനായ ദരിദ്രനായ എന്റെ അടിമയെ കണ്ടപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞോ നബിയേ? വേണ്ട നബിയേ, വേണ്ട. അങ്ങയുടെ മുമ്പിലിരിക്കുന്ന അബൂജഹലിന്റെയും ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെയും അവരുടെ പണവും പ്രതാപവും കണ്ടിട്ട് അവർ ഇസ്ലാമിലേക്ക് വരുമെന്ന് കരുതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദരിദ്രനായ ഒരു അടിമയെ കണ്ടപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞോ നബിയേ? കല്ലാ, വേണ്ട നബിയേ, വേണ്ട, വേണ്ട നബിയേ, വേണ്ട. ഇന്നഹു തദ്കിറാ, ഇതൊരു മുന്നറിയിപ്പാണ്. ഇനി ഇങ്ങനെ ആവർത്തിക്കല്ലേ തിരുദൂതരെ. സഹോദരാ, ആരെയാണ് ശാസിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബിനെ. ദരിദ്രന്മാര് പടച്ചറപ്പിന് ഇഷ്ടപ്പെട്ടവരാണ്, അവർ അല്ലാഹുവിലേക്ക് അടുത്തവനാണ്. അല്ലാഹു ശാസിച്ചതാർക്ക് വേണ്ടി എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിനെ. അല്ലാഹു ഈ ലോകം സൃഷ്ടിക്കാൻ കാരണഭൂതരായ, ഈ ലോകത്തിന്റെ പരാവെളിച്ചമായ, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ ഘടാകത്തിന്റെ അടിസ്ഥാന ആധാരശിലയായ, ലോകത്തിന്റെ വെളിച്ചത്തിന്റെ നിദാനമായ, സമത്വത്തിന്റെ പ്രതീകമായ റജബിന്റെ പുണ്യരാവല്ലേ, ഇതുപോലൊരു രാത്രിയിലെ സപ്തവാനങ്ങളും താണ്ടിക്കടന്ന അതിശീഘ്ര ദുദ്രഗമന വാഹനമായ ബുറാക്കിലെ കയറ്റി ആകാശലോകത്തിന് അനിർവചനീയമായ ആത്മീയതയുടെ ആനന്ദ തുന്തിരമായ കാഴ്ചകൾ കാണിച്ച് ആകാശലോകം മുഴുവനും കാണിച്ചു കൊടുത്ത അവിടുത്തെ ഹബീബല്ലയോ? ആ ഹബീബിനെയാണ് അല്ലാഹു വിളിച്ചിട്ട് പറഞ്ഞത്, വേണ്ട നബിയേ, ഈ അബൂജഹലിന്റെ അധികാരത്തെക്കാൾ, ഉത്തുബത്തിന്റെ സമ്പന്നതയേക്കാൾ, ശൈബത്തിന്റെ കുടുംബ മഹിമയേക്കാൾ അല്ലാഹുവിനിഷ്ടം ദരിദ്രനായ അന്ധനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂമിനെയാണ്. അതുകൊണ്ട് അങ്ങ് ചെയ്തതിന് ചെയ്യരുതെന്ന് ശാസിക്കുമ്പോ, സഹോദരാ, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ജനാധിപത്യത്തിന് ശക്തി കൊടുത്ത മിസ്സസ് ആനി ബസന്റ് പോലും പറഞ്ഞുവല്ലോ, ഈ സൂറത്തിൽ അബസയിലെ ഈ ചരിത്ര പശ്ചാത്തലം എടുത്തിട്ട് ഈ ഖുർആൻ മുഹമ്മദ് അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ശാസനയുടെ അധ്യായം അതിൽ കാണുമായിരുന്നില്ല. അല്ലാഹു മുഹമ്മദ് നബിയെ ശാസിച്ചുവെങ്കിൽ തീർച്ചയായും ഇതൊരു ദൈവ ഗ്രന്ഥമാണ്, ഇത് മുഹമ്മദിന്റെ മനുഷ്യനിർമ്മിത ഗ്രന്ഥമല്ലെന്ന് മിസ്സസ് ആനി ബസന്റ് പോലും അടയാളപ്പെടുത്തിയ ഇസ്ലാമിക ചരിത്രത്തിലെ പരിശുദ്ധ
ഖുർആനിലെ ഏറ്റവും ചാജ്വലമായ ഉജ്ജ്വലമായ ചരിത്ര പശ്ചാത്തലമാണ് സൂറത്തുൽ അബസ. അയൽ രാജ്യത്തിന്റെ രാജാധികാരത്തിന്റെ അടയാളം വന്നപ്പോ സ്വന്തം രാജ്യത്തിലെ ദരിദ്ര പൗരന്മാര് മതില് കെട്ടി തിരിച്ച ഭരണാധികാരികളെ കേട്ടുകൊള്ളുക. മദീനയുടെ ഭരണാധികാരി ആരെന്നറിയോ? മക്കയുടെ രാജാവ് ആരെന്നറിയോ? ആ മക്കയുടെ രാജാവാണ് ദരിദ്രന്മാരെ ചേർത്ത് പിടിച്ച ചുട്ടുപടുത്ത് കിടക്കുന്ന മലരാരണ്യത്തിലും മലത്തി കിടത്തിയിട്ട് ദാഹത്താല് വാ പൊളിച്ച ബിലാലിന്റെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തപ്പോ കറുത്തവനായ ബിലാലിനെ തന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ചു വെച്ചിട്ട് ലൈസലിൽ അബിയദി ഫളലുൻ അലൽ അസ്വദി വലൈസലിൽ അറബി ഫളലുൻ അലൽ അജ്മി ഇല്ലാ ബിതഖ്വല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അവനിലേക്കുള്ള ഹൃദയത്തിന്റെ തെളിച്ചമാണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്. നബിയേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തത്റുദിൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി والعشي يريدون وجها ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ഓ നബിയേ, രാപ്പകലുകളുടെ വ്യത്യാസങ്ങളില്ലാതെ അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടുന്ന പാവങ്ങളെ അങ്ങാട്ടി ഓടിക്കണ്ട നബിയേ. ആ പാവങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാ. സഹോദരാ, അതുകൊണ്ട് എന്റെ വിഷയത്തിലോട്ട് കിടക്കട്ടെ. പാവങ്ങളെ അട്ടിയോടിക്കാനുള്ളതല്ല. ഒരു ദിവസം കൂടി ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഇന്ത്യയുടെ ഭരണാധികാരി പാവപ്പെട്ടവന്മാരെ മതിൽ കെട്ടിയിട്ടാണ് തിരിച്ചതെങ്കിൽ അതേപോലെ നമ്മളും അവരെ വിമർശിക്കുമ്പോ മനസാക്ഷിയോട് ചോദിക്കട്ടെ, പലപ്പോഴും നമ്മളും അങ്ങനെ മനസ്സിൽ മതിൽ കെട്ടി തിരിച്ചിട്ടില്ലേ? പാവപ്പെട്ടവരെ അകറ്റി നിർത്തിയിട്ടില്ലേ? നമ്മള് ദരിദ്രന്മാരെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഭിത്തി കെട്ടി തിരിച്ചിട്ടില്ലേ? നമ്മുടെ വീട്ടിലെ ആഡംബര കല്യാണത്തിന് തൊട്ടടുത്ത വീട്ടിലെ പാവപ്പെട്ടവനെ ക്ഷണിക്കാറുണ്ടോ? നമ്മുടെ പ്രധാനപ്പെട്ട സദസ്സുകളിൽ പാവപ്പെട്ടവനായ ആളുകളെ നമ്മൾ വിളിക്കാറുണ്ടോ? മൈലാഞ്ചി കല്യാണവും മഞ്ഞ കല്യാണവും പറഞ്ഞ് പണത്തിന്റെ തിമിർപ്പിലാടി തിമിർക്കുമ്പോ ആ സമയത്ത് എത്രയെത്ര പാവപ്പെട്ടവര് പൊട്ടിക്കരഞ്ഞിട്ട് നമ്മുടെ അയൽപക്കത്തുണ്ട്. മുഅ്മിനേ, നമ്മുടെ പെൺമക്കളെ കെട്ടിച്ചു വിടാൻ ഞാൻ എന്റെയും നിങ്ങളുടെയും മനസാക്ഷിയോട് ചോദിക്കട്ടെ. ഭരണാധികാരികൾ അഹമ്മദാബാദിലെ തെരുവിലാണ് ഭിത്തി കെട്ടിയിടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആരും കാണാത്തതിനെ ഭിത്തി കെട്ടിയിട്ടില്ലേ? നമ്മുടെ പെൺമക്കള് കൈ നിറച്ചിട്ട് സ്വർണ്ണാഭരണമിട്ട് കാതിലും കരുത്തിലും സ്വർണ്ണമിട്ട് ലക്ഷങ്ങള് പൊടി പൊടിച്ച് കല്യാണം നടത്തി ആ സമയത്ത് വിദേശ നിർമ്മിത കാറിലോ ആഡംബര വാഹനത്തിലേക്ക് നമ്മുടെ പെൺമക്കള് പുതിയ കൈ പിടിച്ചിട്ട് കയറും.